ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പോർക്കിറച്ചിയും കടലക്കറിയും. ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്തിരിക്കുന്നത് പോർക്കിറച്ചി, കടല, 8 മണിക്കൂർ വെള്ളത്തിലിട്ട കടലയാണ്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, വലിയ തക്കാളി വേവിച്ച് അരച്ചെടുത്തത്, ഉപ്പ്, മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇത്രയുമാണ് നമുക്ക് ആവശ്യം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് കടല വേവിച്ചെടുക്കാം. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. ഇഞ്ചി കുറച്ചിട്ട് കൊടുക്കുക. അല്പം വെളുത്തുള്ളി, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരൽപ്പം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കടലയും വെള്ളം ഒപ്പത്തിന് നിന്നാ മതി. ഇത് നമുക്ക് അടച്ച് വേവിച്ചെടുക്കാം. കടല വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇറച്ചി നുറുക്കിയെടുക്കാം. ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാൻ എടുത്തിരിക്കുന്ന കടല 8 വിസിൽ കൊണ്ട് വേവുന്നതാണ്. പക്ഷെ ഞാൻ 6 വിസിലേ കേൾപ്പിക്കുന്നുള്ളൂ. ബാക്കി ഇറച്ചിയുടെ കൂടെ വെന്തോളും. ഇനി ഇറച്ചി കഴുകി വൃത്തിയാക്കി വേവിക്കാനിടുക. ഞാൻ കുക്കറിൽ തന്നെയാണ് ഇറച്ചിയും വേവിച്ചെടുക്കുന്നത്. ഇറച്ചി 2 വിസിൽ കേൾക്കും വരെ വെയിറ്റ് ചെയ്യാം. മസാലയൊക്കെ ഇട്ട് ഇറച്ചി മിക്സ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. ഇനി മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുതായി വഴട്ടി കഴിയുമ്പോൾ സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കഴിഞ്ഞിട്ട് ചെറുതായി വാടും വരെയും ഇളക്കി കൊടുക്കുക. ഇപ്പൊ ഇത് ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നല്ല മസാലയുടെ വെന്ത മണം വരും.
ഇതിലേക്ക് തക്കാളി ചാറ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ബ്രൗൺ കളറായി കഴിയുമ്പോൾ കുറേശ്ശെ ഇറച്ചിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഇറച്ചിയിലത്തെ വെള്ളത്തിൽ തന്നെ ഇത് കിടന്ന് വെന്തോളും. ഇതിലേക്ക് ഇനി പുഴുങ്ങി വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് വേവാൻ വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കുകയും ചെയ്യും. ഉള്ളിലിരിക്കുന്ന കഷ്ണങ്ങൾ വേവാനും സാധ്യത കുറവാണ്. ഇപ്പോ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ചാറ് കൂടുതൽ ആവശ്യമാണ്, അത് കാരണം ഞാൻ ചാറ് കൂടുതലെടുത്തു. നിങ്ങൾക്ക് ചാറ് കൂടുതൽ വേണ്ടെങ്കിൽ ചാറ് വറ്റിച്ചും എടുക്കാം. അപ്പം നമ്മുടെ കടലിട്ട് വെച്ച പോർക്ക് കറി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ഇടുക. കൂടാതെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.